ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. രാവിലെ എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചു. ഇനിയിപ്പോൾ ഉച്ചക്കലത്തേക്ക് ഫുഡിൻ്റെ ഒക്കെ സമയമായിരിക്കും. അങ്ങനെ ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയായി തുടങ്ങുന്നു. പിന്നെന്താണെന്ന് വെച്ചാൽ ഇപ്പം ഭയങ്കര ചൂടും വെയിലത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ. ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് കുറച്ച് മഴയൊക്കെ പെയ്യുന്നുണ്ട്. എന്നാൽ തന്നെയും പകൽ ഭയങ്കര ചൂടാണ്. അപ്പോൾ നമ്മൾ ഈ ദാഹം മാറ്റാനൊക്കെ നമ്മൾ തണ്ണിമത്തൻ ജ്യൂസ് അങ്ങനെ ഒരുപാട് ജ്യൂസൊക്കെ കുടിക്കുന്നല്ലോ. അപ്പം ഞാനൊരു ഡ്രിങ്കിൻ്റെ കാര്യം പറയാം. ഞാൻ എപ്പോൾ റെഡിയാക്കാൻ പോകുന്നൊരു ഡ്രിങ്കിൻ്റെ പേര് കുക്കുംബർ ജ്യൂസാണ് കേട്ടോ. അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാവേ. അതാണ്ടേ നമ്മുടെ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാൻ പോകുന്നത് ഈ കടുത്ത ചൂടിലൊക്കെ സോറി. അപ്പം കുക്കുംബർ വേണ്ട ഞാനിങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 2 കഷ്ണം ഇഞ്ചി, പിന്നെ ഇത് നാരങ്ങ. അത് മിക്സിയിലിട്ട് അടിച്ചിട്ട് നാരങ്ങ നീര് ഒഴിക്കാൻ ഒരു മുറി നാരങ്ങ. ഇത് നമുക്ക് ഈ കുക്കുംബറും ഇഞ്ചിയും കൂടെ ഇട്ട് നമുക്ക് മിക്സിക്കകത്തൊന്ന് അരയ്ക്കാവേ. മിക്സിയിലിട്ട് നമ്മൾ ഇനി ആവശ്യത്തിന് വെള്ളം, കുറച്ച് വെള്ളം ഒഴിക്കുമായിരിക്കും. വെള്ളം ഒഴിച്ചിട്ടുണ്ട് കണ്ടോ. ഇനി ഇതൊന്ന് അടച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. അരയാനൊക്കെ ഉണ്ടെന്ന് സാരമില്ല. ഇതൊന്ന് നല്ല കണക്ക് നമുക്ക് അരിച്ചെടുത്ത് എടുക്കാം. ഇതാണ്ടേ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിക്കാം, ചെറിയ ഫ്ലേവറിന് വേണ്ടി. പിന്നെ ഒരു ഉപ്പ്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ കുക്കുംബർ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് ഐസായിട്ടൊക്കെ ഇട്ട് കുടിക്കാം, പക്ഷേ എനിക്കത് വേണ്ട. ഇച്ചിരി തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായാലും ഞാനതങ്ങ് ഒഴിവാക്കി. ഇനി നിങ്ങളിതെങ്ങനെ ഇതിനകത്ത് വേറെ ഇൻഗ്രീഡിയൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് ആഡ് ചെയ്യുക. ഞാനിപ്പം നാരങ്ങ നീര്, കുറച്ച് ഉപ്പും എന്നൊക്കെ ഇഞ്ചിയൊക്കെ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി ഇത് നമുക്കൊന്ന് കുടിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്.